ഹലോ ഗൈസ്, എല്ലാവർക്കും പത്തരമാറ്റ പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പത്തരമാറ്റിലുണ്ടല്ലോ, നമ്മുടെ അനിയും നന്ദുവും കൂടെ പിരിയുകയാണ് അല്ലെ പ്രേക്ഷകരെ. പിരിയുകയാണെന്നല്ല, നമ്മുടെ നന്ദു ട്രെയിനിങ്ങിന് വേണ്ടി പോവുകയാണ്. അപ്പം നമ്മുടെ അനിക്കാണെങ്കിൽ ഭയങ്കര സങ്കടം, ഇനി നന്ദുവിനെ കാണാൻ പറ്റില്ലല്ലോ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ അനി നമ്മുടെ അനാമികയെ വെല്ലുവിളിച്ച് വീണ്ടും നന്ദുവിനെ കാണാൻ വേണ്ടി പോകുന്നൊക്കെ ഉണ്ട്. അപ്പൊ നന്ദു ആണെങ്കിൽ അവിടെ വീട്ടുകാരുമായിട്ട് ഇങ്ങനെ കൂടിയിരിക്കുമായിരിക്കും. അപ്പം നമ്മുടെ അനിയുടെ കോള് വരുന്നുണ്ട്. എന്നിട്ട് അനി പറയുന്നുണ്ട്, ഞാൻ നിന്റെ വീടിന്റെ തൊട്ട് പുറത്ത് തന്നെയുണ്ട്, നീ ഒന്ന് ഇറങ്ങി വരണം, എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ട് കാണണം എന്ന് പറയുന്നൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ നന്ദു പറയുന്നുണ്ട്, ഇല്ല അതൊരിക്കലും നടക്കില്ല അനി, ഇപ്പൊ എല്ലാവരും കൂടി ഇവിടെ ഇരിക്കുക, ഈ ഒരു സമയത്ത് എനിക്ക് ഒരിക്കലും പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന് പറയും. നമ്മുടെ അനി പറയുന്നുണ്ട്, എങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വരും എന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അപ്പൊ നന്ദു പറയുന്നുണ്ട്, വേണ്ട വേണ്ട, ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങി ഇവരായിട്ട് കണ്ടുമുട്ടുന്നൊക്കെയാണ് കേട്ടോ. അപ്പോഴും നമ്മുടെ അനി പറയുന്നുണ്ട് വീണ്ടും, നീ ട്രെയിനിങ്ങിന് പോയാലും സാറില്ല, ഞാൻ അവിടേക്ക് വരും, നമ്മുടെ വിവാഹം ഉറപ്പായിട്ടും അടുത്ത് തന്നെ നടത്തണം എനിക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നന്ദു പറയുന്നുണ്ട്, എന്തിന്, നീ ഇപ്പൊ അനാമികയുടെ ഭർത്താവല്ലേ, പിന്നെ നീ എന്തിനാ എന്നെ വിവാഹം ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അനി പറയുന്നുണ്ട്, നിനക്കെല്ലാം അറിയാവുന്നതല്ലേ, ഞങ്ങളുടെ വിവാഹ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല, ഞങ്ങൾക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല, എനിക്ക് നീയായിട്ട് മാത്രമേ ഒരു ജീവിതം നയിക്കാൻ പറ്റുകയുള്ളൂ, അതുകൊണ്ട് ഉറപ്പായിട്ടും നന്ദു ഞാൻ അവിടെ വരും, നമ്മളുടെ കല്യാണം ഉറപ്പായിട്ടും ഞാൻ നടത്തിയിരിക്കും, എനിക്ക് നിന്റെ കഴുത്തിൽ ഒരു താലി കെട്ടണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അനി വാശി പിടിക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെ ആയിരിക്കാം കേട്ടോ ചിലപ്പോൾ നമ്മുടെ പത്രമാറ്റിൽ വരാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നന്ദു അനി വിവാഹം ഉടൻ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രേക്ഷകർക്ക് അത് കാണാനാണ് ആഗ്രഹവും അല്ലെ കൂട്ടുകാരെ. അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.